പ്രണാമം. ചിജ്ജട ചിന്തനം. ഉണ്ട് എന്ന് അനുഭവമുള്ള വസ്തുവാണ് ചിത്ത് അഥവാ ബോധം അഥവാ ബ്രഹ്മം. ഉണ്ട് എന്ന് അനുഭവം ഇല്ലാത്ത വസ്തുവാണ് ജഡം. ഉണ്ട് എന്ന അനുഭവം ഇല്ലാത്തതുകൊണ്ട് തന്നെ അതില്ല, ശൂന്യം. ഉള്ളത് ബോധം മാത്രം. അങ്ങനെയാണെങ്കിൽ ഒരു സത്യാന്വേഷിക്ക് ഒരൊറ്റ കാര്യമേ ചെയ്യാനുള്ളൂ. ഒറ്റ കാര്യം, സർവം ബോധം. കാരണം അത് മാത്രമേ ഉള്ളൂ. കൃഷ്ണൻ തന്നെ ഗീതയിൽ പറയുന്നുണ്ട്, നാസത്തോ വിദ്യത്തെ ഭാവോ. ഇല്ലാത്തതൊരിക്കലും ഉള്ളതാവില്ല. നാഭാവോ വിദ്യത്തെ സത. ഉള്ളതൊരിക്കലും ഇല്ലാതാവില്ല. അത്ഭുതകരമായ ഒരു നിയമമാണത്. ഉള്ളതെങ്ങനെ ഇല്ലാതാവും? ഇല്ലാത്തതെങ്ങനെ ഉള്ളതാവും? ഈ രണ്ടിൻ്റെയും രഹസ്യം ഒന്ന് ചിന്തിച്ചാൽ ഉള്ളത് ബോധം മാത്രം. ഉണ്ട് എന്ന അനുഭവം ബോധത്തിന് മാത്രം. അതുകൊണ്ട് ബോധമേ ഉള്ളൂ, ജഡമില്ല. ബോധം. പിന്നെന്താ ജഡം? ബോധം, നാമം, രൂപം. നാമവും രൂപവുമാണ് ജഡം. അപ്പോൾ ഒരു സത്യാന്വേഷിക്ക് അത് സത്യം എത്ര ലളിതം. മറ്റ് എന്ത് വേണോ ചെയ്തുകൊള്ളുക. പക്ഷേ സത്യം അന്വേഷിക്കുന്ന ആൾക്ക് ഒന്നേ ചെയ്യാനുള്ളൂ, എല്ലാം ബോധമയം എന്ന് കാണണം, അനുഭവിക്കണം. ഒന്നേ ഉള്ളൂ. ഗുരുദേവൻ അടുത്ത പദ്യത്തിൽ ആവശ്യപ്പെടുന്നത്, എനിക്ക് ആ അനുഭവം വിട്ടുപോകാതെ നിലനിൽക്കണം. നിലമോടു നെരുപ്പു നീരൊഴുകും ജലം ആശുകൻ അമ്പരം അഞ്ചിലുമേ അലയാതെ അടിക്കടി നൽകുക നിന്നില. ഇന്നിതു തന്നെ നമുക്കു മതി. നിലമോട് നെരുപ്പ്, പഞ്ചഭൂതം, ജഡം. ജഡമായി കാണുന്നതിൻ്റെ ആ നാമരൂപങ്ങൾ ഉണ്ടെന്ന് കരുതി നൽകിയിരിക്കുന്ന പേരുകളാണ്. നിലം ഭൂമി, നെരുപ്പ് തേജസ്, അഗ്നി, നിരന്നൊഴുകും ജലം, ആശുകൻ വായു, അമ്പരം ആകാശം. അഞ്ചിലുമേ, ഈ അഞ്ചെണ്ണത്തിലും അലയാതെ ഇതാകാശം ഇത് ഭൂമി എന്നിങ്ങനെ മാറി മാറി ചിന്തിക്കാനിടവരാതെ ഇവയുടെ വിഭജനമേ വേണ്ട. ഇവയുടെ എന്ന് മാത്രമല്ല, ഇവയാണ് ലോകം മുഴുവൻ. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ. പുറമേ നോക്കിയാൽ സത്യമറിയാത്ത ആൾക്ക് ഈ പഞ്ചഭൂതമാണ്. വാസിഷ്ഠം പറയും, ദൃഷ്ടം ദ്രഷ്ടവ്യമഖിലം ഭ്രാന്ത്വാ ഭ്രാന്ത്വാ ദിശോ ദശ. സർവത്ര പഞ്ചഭൂതം ഹി നാന്യം കിഞ്ചന വിദ്യത്തെ. ചൊവ്വായിൽ പോയാലും ചന്ദ്രനിൽ പോയാലും പുറമേ ഇത് മാത്രമേ ഉള്ളേ. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഇതേ ഉള്ളൂ. അവിടെയൊക്കെ ഈ പഞ്ചഭൂതം. ആറാമതൊരു ഭൂതം ഒരിടത്തുമില്ല. ഒരിടത്തും, ഒരു സ്വർഗത്തിലുമില്ല, നരകത്തിലുമില്ല. ഈ പഞ്ചഭൂതങ്ങളുടെ കൂടിക്കലർപ്പ് എല്ലാം കാണേണ്ടതൊക്കെ കണ്ടു. ദൃഷ്ടം ദ്രഷ്ടവ്യമഖിലം ഭ്രാന്ത്വാ ഭ്രാന്ത്വാ ദിശോ ദശ. 10 ദിക്കിലും നടന്ന് ഞാൻ അന്വേഷിച്ചു നോക്കി. സർവത്ര പഞ്ചഭൂതം ഹി. ബോധമൊഴിച്ചാൽ പുറമേ നോക്കിയാൽ സൂര്യനെപ്പോയാലും ചന്ദ്രനെപ്പോയാലും സർവത്ര പഞ്ചഭൂതം ഹി നാന്യ കിഞ്ചന വിദ്യത്തെ. വേറെ ഒന്നും അല്പം പോലും കാണാനില്ല. ഈ പഞ്ചഭൂതങ്ങൾ നിർമ്മിതമായ കുറെ പഞ്ചഭൂതങ്ങൾ തന്നെ ബോധത്തിലെ നാമരൂപങ്ങളാണ്. ആ നാമരൂപങ്ങളെ പിന്നെ കൂട്ടിക്കുഴച്ചാണ് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ നിർമ്മിച്ചിരിക്കുന്നത്.
അതിലോരോന്നും ഇത് അമീബ, ഇത് മനുഷ്യൻ, ഇത് മൃഗം, ഇത് ദേവൻ, ഇത് സൂര്യൻ, ഇത് ചന്ദ്രൻ എന്നിങ്ങനെ ആ പഞ്ചഭൂത നാമരൂപങ്ങളിൽ അലയാനിടവരാതെ മാറി മാറി ഇത് ഇന്നതാണ് ഇന്നതാണെന്ന് ചിന്തിക്കാൻ ഇടവരാതെ അലയാതെ അടിക്കടി നൽകുക നിന്നില്ല. വളരെ സ്പഷ്ടം. അടിക്കടി ഓരോന്ന് കാണുമ്പോഴും അനന്തകോടി നാമരൂപങ്ങൾ കാണുന്നു. കണ്ടോട്ടെ. ഓരോന്ന് കാണുമ്പോഴും ഭഗവാനെ നിന്നില നൽകുക, നീയാണത്. അത് നീയാണെന്നെനിക്ക് ഉടൻ തെളിഞ്ഞു കിട്ടാൻ എന്നെ അനുഗ്രഹിക്കുക. ഈ അനുഗ്രഹമാണ് നമുക്കെല്ലാം ചോദിക്കാനുള്ളതും അനുഭവിക്കാനുള്ളതും. പഞ്ചഭൂതങ്ങളും പഞ്ചഭൂത നിർമ്മിതമായ പ്രപഞ്ചം, നിരവധി നാമരൂപങ്ങൾ. ഭഗവാനെ അതിലോരോന്നിലും ഇതിന്നത് ഇന്നത് ഇന്നത് എന്ന് പറഞ്ഞ് വളരെ സ്പഷ്ടം, നല്ല പച്ചമലയാളത്തിൽ അലയാൻ ഇടയാകാതെ അടിക്കടി നൽകുക നിന്നില്ല. ഇപ്പൊ ഒന്ന് മാറി, മൈക്ക് മാറി, പുസ്തകം അതാണ് മാറി മാറി ഓരോന്നും വരുന്നു. അപ്പോഴൊക്കെ അടിക്കടി നൽകുക നിന്നില്ല, നിന്റെ ഇരിപ്പ്. എല്ലാ പുസ്തകം ബ്രഹ്മം. വളരെ സ്പഷ്ടം. നമുക്കിത് അനുഭവിക്കാൻ പറ്റുമോ ഇല്ലയോ അവരവര് തന്നെ തീരുമാനിക്കണം. അത് മറ്റൊരാൾക്ക് തീരുമാനിക്കും. കാര്യം ഇത്രയേ ഉള്ളൂ. അടിക്കടി നൽകുക നിന്നില്ല. ഇതാണ് ആചാര്യസ്വാമികൾ പറയുന്നത്. എത്രയെത്ര മനോയാതി ബ്രഹ്മണസ്തത്ര ദർശനം. നിങ്ങളുടെ മനസ്സ് എവിടെ ചെന്ന് പറ്റുന്നു? ഏത് നരകത്തിലോ ധർമ്മത്തിലോ അധർമ്മത്തിലോ വസ്തുവെന്നേ ഉള്ളൂ. ഇപ്പൊ എന്ത് ചെയ്യാൻ? നന്മയിലോ തിന്മയിലോ എന്തിലോ ചെന്ന് പറ്റട്ടെ, നിങ്ങൾക്ക് ആശ്വാസം വേണോ? നിങ്ങളുടെ മനസ്സിന് പരമമായ നിർവൃതി പഞ്ചകം നമ്മൾ ചർച്ച ചെയ്തതാണല്ലോ. ഒരു തരം ഭേദചിന്തയ്ക്കും മനസ്സ് വഴങ്ങരുത്. ഒരു തരം. ഉള്ളിൽ പുറമേ നടനം. അടിക്കടി എന്ന് പറഞ്ഞാൽ മനസ്സെവിടെ എവിടെയൊക്കെ ചെന്ന് പറ്റുന്നോ, എത്ര മനോയാതി ബ്രഹ്മണസ്തത്ര ദർശനം. അവിടെ ബ്രഹ്മത്തെ കണ്ടുകൊള്ളും. മനസ്സ് പുസ്തകത്തിൽ ചെന്ന് പറ്റി ബ്രഹ്മം ഉടൻ. ഈ കാരണം ശാസ്ത്രീയമായി ചിന്തിച്ചുറപ്പിച്ചിരിക്കുകയാണ്. അടിക്കടി നൽകുക നിന്നില്ല, നിന്റെ ഇരിപ്പ് എന്നെ അനുഭവപ്പെടുത്തുക. അതുതന്നെ നമുക്ക് മതി. ഇവിടെ ഗുരുദേവൻ ഇതാണ് ഉറപ്പിക്കേണ്ടത്. ഇത് ഉറപ്പിച്ചില്ലെങ്കിൽ മറ്റൊന്ന് ചെയ്തതുകൊണ്ടും കാര്യമായ വിശേഷമില്ല. മറ്റെല്ലാ അസത്യം, നാമരൂപം. അതുമാത്രം മതി നമുക്ക്. ഗുരുദേവനിത് ജനനീനവരത്നാഞ്ജലിയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇല്ലാതെ മായയുടെ ഉല്ലാസമൊന്നും അറിവല്ലാതെ ഇല്ല. മായ ഉണ്ടാക്കി കാണിക്കുന്ന ഈ വിക്ഷേപങ്ങൾ, ഈ നാമരൂപങ്ങൾ അറിവല്ലാതെ ഇല്ല. ഒക്കെ ബോധം, വേറൊന്നുമില്ല. അറിവല്ലാതെ ഇല്ല. ഇത് തന്നെ കാര്യം. അനിലനും കല്ലാഴിയും കനലും അല്ലാതെ ശൂന്യമതും ഈ പഞ്ചഭൂതങ്ങളും എല്ലാം ഒരാദി അറിവാണ്. ഇവയെല്ലാം മരുഭൂമിയിൽ കാനൽ ജലം കാണും പോലെ കാണപ്പെടുന്നത് ആദി അറിവാണ്. ആ ആദ്യമേ ഉണ്ടായിരുന്ന ബോധം, അഖണ്ഡ ബോധം, ബ്രഹ്മം. തല്ലാഭം തല്ലാഘവം പിറകിലില്ലാരണം. വാസ്തവത്തിൽ ഈ വരി ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അതൊന്നറിഞ്ഞാൽ ഇവിടെ ഈ മാത്സര്യവും യുദ്ധവും അപ്പത്തീരും. ഈ സത്യമറിയാതെ ഏത് ഈശ്വരനെ ഭജിച്ചാലാണ് യുദ്ധം അവസാനിക്കുക, തമ്മിലടി തീരുക? ഓരോരുത്തരും സങ്കല്പിച്ച് ഓരോ ഈശ്വരനെ
ഫലിക്കും തോറും തമ്മിലടി കൂടുന്നു എവിടെയും. തല്ലാഘവം പറകിലില്ലാരണം, കൃതികൾ വല്ലാടുകില്ല. ഇതങ്ങോട്ട് ഉറപ്പ് വന്നാൽ കർമ്മം ഒന്നും മനസ്സിനെ ക്ലേശിപ്പിക്കില്ല. എന്ത് ക്ലേശിപ്പിക്കാൻ, എന്ത് കർമ്മം? കർമ്മമില്ല. കർമ്മമാണ് ജഡം, നാമരൂപം. ഈ കല്ലാഴിയും കനലും ഒക്കെ കർമ്മമാണ്. ശക്തി സ്പന്ദനമാണ് കർമ്മത്തിന്റെ ആരംഭം, പ്രാണസ്പന്ദനം. അതാണ് ഈ ജഡമായിട്ടൊക്കെ കാണുന്നത്. അതുകൊണ്ട് ജഡം മുഴുവൻ കർമ്മം എന്ന വാക്കിൽ നമുക്ക് സംഗ്രഹിക്കാം. നാമരൂപം, നാമരൂപങ്ങൾ മുഴുവൻ കർമ്മമാണ്. ഇത് നമുക്കൊന്ന് പിടികിട്ടിയാൽ തല്ലാഘവം പറകിലില്ലാരണം, ക്രിയകൾ വല്ലാടുകില്ല മതി. അതുകൊണ്ട് അവിടെയും ഗുരുദേവൻ എന്താ പറയുന്നത്? ആ സല്ലാഭം ഒന്നു മതി, നമുക്കത് മാത്രമേ വേണ്ടൂ. ആ സത്തിന്റെ ലാഭം അത് ദൂരെ നിന്നും പോയി നേടേണ്ടതല്ല, നിറഞ്ഞു നിൽക്കുന്നു നമ്മൾ. അതാണ്, അതല്ലാതെ ഇവിടെ മറ്റൊന്നുമില്ല. തല്ലാഘവം പിറകിലില്ലാരണം, ക്രിയകൾ മല്ലാടുകില്ല മതി. ഈ സല്ലാഭം ഒന്നു മതി. എല്ലാവരും തിരയും ഉല്ലാഘബോധജനനി. എല്ലാവരും അറിഞ്ഞോ അറിയാതെയോ ആ സത്തിനെയാണ് അന്വേഷിക്കുന്നത്, സുഖത്തെ, ആനന്ദത്തെ. ആ സത്തിന്റെ മറ്റൊരു പേരാണ് ആനന്ദം. ശുദ്ധബോധത്തിന്റെ മറ്റൊരു പേരാണ് ആനന്ദം. അല്ലയോ അമ്മേ, എല്ലാവരും അതിനെയാണ് അന്വേഷിക്കുന്നത്. എനിക്കത് മാത്രം മതി എന്ന് ജനനീമഞ്ജലിയിൽ തീർത്ത് പറയുന്നു. അത് തന്നെയാണ് ഇവിടെയും. ഇത് ഓർമ്മിക്കുക. ഓർമ്മിച്ചിട്ട് ഒരു വാശിയോടുകൂടി തീരുമാനിക്കും, ഞാൻ എവിടെയോ നിൽക്കട്ടെ, എവിടെയോ പോട്ടെ. ഞാൻ ആരോടും പറയുന്നില്ല, ആരും എന്നെ അങ്ങനെ മനസ്സിലാക്കിയേ തീരുന്നില്ല. പക്ഷെ ഞാൻ ഉള്ളുകൊണ്ട് എവിടെ എന്ത് കണ്ടാലും ബ്രഹ്മമാണെന്ന് അപ്പോൾ ഓർമ്മിക്കും. ഈ ഓർമ്മയാണ് നമുക്ക് തിരിച്ചു കിട്ടേണ്ടത്. ഇതാണ് സത്യം. വിസ്മരിച്ചുപോയി മായ, അവിദ്യ, നാമരൂപങ്ങൾ. ആ സത്യത്തെ നമുക്ക്, നമ്മുടെ ആത്മാവാണ് സത്യം, നമ്മുടെ സ്വരൂപം. അതിനെ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ മറച്ചു കളഞ്ഞു. അതാണ് തിരിച്ചു കിട്ടേണ്ടത്. അല്ലാതെ ഇവിടെ തലകുത്തി നിൽക്കുകയോ ഗീത മുഴുക്ക കാണാതെ പഠിക്കുകയോ ചെയ്തുകൊണ്ടൊന്നും ഒരു വിശേഷമില്ല. ഗീതയല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ഒരൊറ്റ ശ്ലോകം പഠിച്ചാൽ മതി. മാസത്തോ വിചാരിച്ചതൊന്നും പഠിക്കണ്ടെന്നൊന്നുമല്ല, അത്രയെങ്കിലും ആവട്ടെ, പഠിച്ചോളണം. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഞാനീ പറയുന്നതൊക്കെ കേട്ടിട്ടോ ആ സാറിങ്ങനെയൊക്കെ അങ്ങനെ ഒന്നും ധരിച്ചുള്ളതല്ലേ. ഞാനിവിടെ പറയുന്ന എന്ത് വേണോ ആയിക്കോളും. ഒരു വേദാന്തി അതേ പറയാനുള്ളൂ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? ഓരോരുത്തരും അവരവരുടെ ഇഷ്ടം പോലെ ഒന്നുമല്ല പ്രവർത്തിക്കുന്നത്. അഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ഠത്യകർമ്മകൃത്. ഈ കർമ്മമായയിൽ ആരും സ്വതന്ത്രമായി നിൽക്കുകയല്ല. പ്രകൃതി ഒരു മനുഷ്യരും ഒരു നിമിഷം പോലും കർമ്മം ചെയ്യാതെ നിൽക്കുന്നില്ല. അവന് സ്വാതന്ത്ര്യമില്ല. സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ കർമ്മം ചെയ്യാതെ ഒന്ന് നോക്കും. ഞാൻ സ്വതന്ത്രനാണ് എൻ്റെ കർമ്മത്തിൽ. എന്നാൽ നിങ്ങളുടെ കർമ്മം ഒന്ന് വിട്ടിട്ട് നിൽക്കൂ, കാണട്ടെ. ഒരു സെക്കൻഡ് നിൽക്കും. അഹി കശ്ചിത് ക്ഷണമഭിജാതുഷ്ഠത്യകർമ്മ കാര്യത്തെ അവശകർമ്മ, അവശനായി കർമ്മം ചെയ്യാം. സർവപ്രകൃതിയുടെ ഗുണയേ, എല്ലാവരും പ്രകൃതി ഗുണങ്ങൾക്ക് അടിമപ്പെട്ട് അവശരായി കർമ്മം ചെയ്യാം. ചുണയുണ്ടെങ്കിൽ ഇതൊന്ന് ഓർമ്മിക്കുക. കർമ്മമോടെ നിൽക്കട്ടെ. കർമ്മം എന്തുമാവട്ടെ, തൽക്കാലം അനുവദിച്ചു കൊടുക്കുകയല്ല, നിവർത്തിയില്ല. അല്ലാതെ എന്തും ചെയ്തുകൊള്ളാനുള്ള അനുവാദം അവിടെ ഒരാൾ ഗുരുദേവ വെറുതെ എടുക്കുന്നു, എന്തും ചെയ്തുകൊള്ളാനുള്ള അനുവാദം. അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ ഒട്ടേറെ ഭീകര സംഘടനകളും ചാവേർപ്പടകളും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്തുകൊള്ളാൻ അനുവദിക്കണം. നമ്മൾ അനുവദിച്ചില്ലെങ്കിലും അത് ചെയ്യും. പ്രകൃതി
എന്തിനാ പ്രകൃതി ഇങ്ങനെ നിയോഗിക്കുന്നത്? ഇല്ലാത്ത പ്രകൃതി കളിക്കുന്നു. ഇവിടെ ഒന്നും കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. കൃഷ്ണൻ തീർത്തു പറയുന്ന കാര്യമില്ലേ 2-ാം അധ്യായത്തിൽ ആരംഭത്തിൽ തന്നെ. ഇതൊരു മായ, ഇന്ദ്രജാലം. ഈ ഒരു ഇന്ദ്രജാലികൻ ഭയങ്കരമായ യുദ്ധം പ്രദർശിപ്പിക്കുന്നു. അവിടെ എന്താ ഉള്ളത്? ഒരു യുദ്ധവുമില്ല, വെറും ഒരു നേരമ്പോക്ക്. അവിടെ ഒരു ചുണയുള്ള സത്യാന്വേഷി, ദൃഢനിശ്ചയമുള്ള സത്യാന്വേഷി എന്താ ചെയ്യേണ്ടത്? എത്ര മനോയാതി ബ്രഹ്മണസ്തത്വദർശനം. മനസ്സ് ഇവിടെ ചെന്ന് പറ്റിയാലും ബ്രഹ്മത്തെ കാണുക. അതാണ് ഗുരുദേവൻ ഇവിടെ അടിക്കടി നൽകുക നിന്നില്ല. ആ വെറും പച്ച മലയാളത്തിൽ വളരെ ഭംഗിയായി അത് പറഞ്ഞിരിക്കുകയാണ്. ഭഗവാനെ, അവിടുന്ന് അലയാതെ അടിക്കടി നൽകുക നിന്നില്ല. ഇന്ന് നമുക്കത് തന്നെ മതി. നമുക്ക് വേറെ ഒന്നും വേണ്ട, ഇവിടെ ഒന്നും വേണ്ട. പേരോ പെരുമയോ പണമോ ഒന്നും ആവശ്യമില്ല. അടിക്കടി നിന്നില നൽകുക ആണ്. ഓഹോ, മതി തൊട്ടി എങ്കിലും ഈ ജഡവും ഒക്കെ എന്താണ്? ഒന്നുകൂടി ഒന്ന് പറയാമോ? പറയാം. മതി തൊട്ടു മണം മുതൽ 5 ഉണർന്ന് അരുളോളവും ഉള്ളതു ചിന്മയമാം. ക്ഷിതി തൊട്ടിരുളോളം അഹോ ജഡമാം. ഇതു രണ്ടിലുമായി അമരുന്ന അഖിലം. മതി തൊട്ടു മണം മുതൽ 5 ഉണർന്നരുളോളവും ഉള്ളതു ചിന്മയമാം. മതി തൊട്ടു മണം മുതൽ 5 ഉണർന്ന് എന്ന് പറയുന്നത് നമ്മുടെ ജീവിത വ്യവഹാരത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്നു. മതി തൊട്ട് ബുദ്ധി തുടങ്ങി മണം മുതൽ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക് എന്നീ 5 ജ്ഞാനേന്ദ്രിയങ്ങളും ഉണർന്ന് പ്രവർത്തിക്കുന്നു. ഈ പ്രവൃത്തിയിൽ ഏതൊക്കെയാണ്? ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. ഈ 3 അവസ്ഥകളിൽ മാത്രമേ മനുഷ്യന് വ്യവഹാരമുള്ളൂ, പ്രപഞ്ചചിന്തയുള്ളൂ. 4മതൊരു അവസ്ഥയില്ല. 4മതൊരവസ്ഥ ഉണ്ടെങ്കിൽ അത് ശുദ്ധ സത്യാനുഭവം, തുരീയം. ഈ 3 അവസ്ഥയിലാണ് ജഡവും കൂടെ കൂടിക്കലർന്നുള്ള അനുഭവം. അങ്ങനെ ഉള്ള ഈ അവസ്ഥയിൽ മണം മുതൽ മതി തൊട്ട് ബുദ്ധി തുടങ്ങി മണം മുതൽ 5 ഉണർന്ന് പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളും ഉണർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ ഘട്ടങ്ങളിലും, സ്വപ്നത്തിലായാലും ശരി, ജാഗ്രതയിൽ ഉണർന്നിരിക്കുമ്പോഴായാലും ശരി, ഗാഠനിദ്രയിലായാലും ശരി, അരുളോളം, അതായത് ഞാൻ എന്ന അനുഭവം വരെ. അരുള് ഞാൻ, അരുളെന്ന് പറഞ്ഞാൽ ജ്ഞാനം, ബോധം. ഇവിടെ ഞാനെന്ന ജീവബോധം. അരുളോളം ഈ ജീവബോധം വരെ ഉള്ളത് ആണ്. നേരത്തെ കൃഷ്ണൻ പറഞ്ഞില്ലേ, ഉള്ളതില്ലാതാവില്ല. ഈ അനുഭവങ്ങളിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഉള്ളതെന്താ? ചിന്മയമാം ബോധം, ബോധമയം. എന്തുകൊണ്ട്? ബോധമില്ലേ ജാഗ്രതയില്ല, ബോധമില്ലേ സ്വപ്നമില്ല, ബോധമില്ലേ ഉറക്കമില്ല. എന്താ, ആർക്കെങ്കിലും സംശയമുണ്ടോ? എത്ര നിസ്സംശയമായ കാര്യം. ഇവിടെയൊക്കെ ഉള്ളത് നിരവധി നാമരൂപങ്ങൾ നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ അനുഭവിക്കുന്നു. പക്ഷെ ബോധത്തെ മാറ്റി നിർത്തി നോക്കൂ, എല്ലാം തീർന്നു, ഒന്നുമില്ല. അതുകൊണ്ട് നിരവധി ആഭരണങ്ങൾ മുമ്പിലിരിക്കുന്നതായി കാണുന്നു. സ്വർണത്തെ മാറ്റി നിർത്തിയിട്ട് നോക്കൂ, ഒരാഭരണവുമില്ല, ഒരാഭരണവും. അതുപോലാണ് അരുളോളവും ജീവബോധം വരെ, ഞാനെന്ന ജീവബോധം വരെ ഉള്ളതു ചിന്മയമാണ്. ഉള്ളത് ഇല്ലാത്തല്ല. എന്താ ഉള്ളത്? ചിന്മയമാണ്. ഇവിടെയൊക്കെ പലതും ഉണ്ടെന്ന് തോന്നുന്നെങ്കിൽ അതൊക്കെ ബോധം. എന്തുകൊണ്ട്? ബോധമില്ലയോ? അതൊന്നുമില്ല. സ്വർണമില്ലയോ? ആഭരണങ്ങളില്ല.
അതുകൊണ്ട് ആഭരണങ്ങളായി കാണപ്പെടുന്നതൊക്കെ ഒക്കെ സ്വർണം, വേറെ ഇവിടെ ഒന്നുമില്ല, വേറെ ഒരാഭരണവുമില്ല. ഉള്ളത് ചിന്മയമാണ്. അപ്പോൾ ഇവിടെ ഈ ഇല്ലാത്തത് നാമരൂപം, നാമരൂപമായി കാണുന്നതൊക്കെ എന്താണ്? അതാണ് ജഡം. ഇല്ലാത്തതുണ്ടെന്ന് തോന്നുന്നു, വാസ്തവത്തിൽ ഉള്ളത് ബോധം. ഇല്ലാത്തതുണ്ടെന്ന് തോന്നുന്നു, അതേതൊക്കെയാ? ക്ഷിതി തൊട്ടിരുളോളം അഹോ ജഡമാം. ക്ഷിതി തൊട്ട്, ഭൂമി തൊട്ട് ഇരുളോളം, ഉറക്കത്തിൽ നാം അനുഭവിക്കുന്ന, ജാഗ്രതത്തിലും സ്വപ്നത്തിലും നാമരൂപങ്ങൾ നമുക്ക് വ്യക്തമായി കാണാം. ഉറക്കത്തിൽ ഒരു ഇരുട്ട് മാത്രമാണ് നാം അനുഭവിക്കുന്നത്. ഉറക്കത്തിൽ ആരൊക്കെ ഉണ്ട്? ഞാനും ഒരു ഇരുട്ടും, രണ്ടും ഉണ്ടായിരുന്നു എന്ന് ഉണർന്നു വരുമ്പോൾ വ്യക്തമായി അറിയുന്നു. ഞാൻ സുഖമായി ഉറങ്ങി, ഒന്നും അറിഞ്ഞില്ല. സുഖമായി ഉറങ്ങി എന്ന് പറയുന്നത് ആനന്ദസ്വരൂപനായി ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഉറക്കത്തിൽ, ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞത് എന്നെപ്പോലും മറയ്ക്കുന്ന ഒരു ഇരുട്ട്, അജ്ഞാനം. അതിൻ്റെ പേരാണ് അജ്ഞാനം. ഉറക്കത്തിൽ അതും ഉണ്ടായിരുന്നു. ഈ ഇരുട്ട് വരെ ഭൂമി ഈ പഞ്ചഭൂതങ്ങളുടെ അംശങ്ങളായി ഓരോ നാമരൂപങ്ങളിലും കാണുന്ന ഘടകങ്ങൾ, ഇരുട്ടുവരെ, ഉറക്കത്തിലെ ഇരുട്ടുവരെ ജഡമാണ്. ജഡം നാമരൂപങ്ങളാണ്. ആ നാമരൂപങ്ങൾ ഇല്ല. ഉള്ളത് ബോധം, ഉള്ളത് ബോധം, ഇല്ലാത്തത് ജഡം. ഇതാണ് ജഡബോധ നിർവചനം. എന്താണോ ഉള്ളത്, ഉള്ളതെന്ന് പറഞ്ഞാൽ ഉണ്ടെന്ന് അനുഭവിക്കുന്ന വസ്തു. അനുഭവം ഇല്ലാത്തിടത്ത് എന്താണ് ഉള്ളതാവാൻ? അനുഭവമാണ് ഉണ്മ. ഉണ്മ എന്ന് പറഞ്ഞാൽ ഉണ്ടെന്ന അനുഭവം. അതില്ലാത്തതാണ് ജഡം. അതുകൊണ്ട് ജഡമില്ല. ക്ഷിതി തൊട്ടിരുളോളം, ഭൂമി തുടങ്ങി ഗാഠനിദ്രയിലെ ഇരുളോളം, അവ്യക്തം എന്ന് പറയുവാണ്. നമ്മൾ മുമ്പ് പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്, നമ്മളൊക്കെ അനുഭവിക്കുന്നതുമാണ്. ഒരു ഇന്ദ്രജാലം. ഈ ഇരുട്ടാണ് ഈ പ്രപഞ്ചമായി മാറുന്നത്. അതാണ് ഇന്ന് ഈ മോഡേൺ സയൻസ് എന്തോ ഒരു ബ്ലാക്ക് ഹോളൊക്കെ കണ്ട് ഇനി ഈ ഇരുട്ടിന്റെ ഭാഗം തന്നെ അവർ ജഡമാണ്, അതുകൊണ്ട് ഇത് കാണാൻ പറ്റും. ജഡമായതുകൊണ്ട് അതിന്റെ രൂപം ചിലടത്തൊക്കെ പ്രത്യക്ഷപ്പെട്ടു എന്ന് വരാം. ഈ അടുത്ത കാലം വരെ ബ്ലാക്ക് ഹോൾ തിയറി, അവിടെ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായത് എന്ന് ഈ സ്റ്റീഫൻ ഹോക്കിൻസ് ഒക്കെ സിദ്ധാന്തിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം ഈ അടുത്ത കാലത്തൊരു 3-4 ആഴ്ചയ്ക്ക് മുമ്പ് പറഞ്ഞു അതൊക്കെ തെറ്റാണ്, ഞങ്ങൾ പറഞ്ഞതൊക്കെ പിൻവലിച്ചിരിക്കുന്നു, അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ ബ്ലാക്ക് ഹോൾ എന്നവർ പറയുന്നത് ഒരു പക്ഷേ ഈ ഇരുട്ടായിരിക്കാം. അത് നമ്മൾ ഊഹിക്കുന്നു, അത്രേ ഉള്ളൂ. എന്തായാലും ഇരുട്ട് നമുക്കൊക്കെ അനുഭവമാണ്. ഗാഠനിദ്രയിൽ പൂർണ്ണ ഉറക്കം, അവിടെ പുറമേ ഒന്നും അറിയുന്നില്ല. പക്ഷെ ഒരു ഇരുട്ട്, ഞാൻ, എന്നെ ഒരു ഇരുട്ട് മൂടിയിരുന്നു. ഈ രണ്ട് കാര്യം ഉണർന്നു വരുമ്പോൾ വ്യക്തമായി അനുഭവിക്കുന്നു. അതുകൊണ്ട് അവിടെ ഒരു ഇരുട്ടുണ്ടായിരുന്നു, ഞാനും ഇരുട്ടും ഉണ്ടായിരുന്നു. ഞാനുള്ളത് അരുളോളവും ഉള്ളത് ചിന്മയമാണ്. ഞാൻ ബോധം, ഞാൻ എന്ന് പറയുന്നത് ബോധം, ബ്രഹ്മം. ഇരുട്ട് ജഡം, ഇല്ലാത്തത് നാമരൂപം. ഇരുട്ട് ഒരു നാമരൂപമാണ്, ആദ്യമുണ്ടാകുന്ന നാമരൂപം. ഇവിടെ ജഡമെന്ത് ബോധമെന്ത് എന്ന് വ്യക്തമായി വേർതിരിയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വേർതിരിവിൽ ഇതു രണ്ടിലുമായി അമരുന്ന അഖിലം, ഈ ഇല്ലായ്മയിലും ഉണ്മയിലുമായി അഖിലം അമരുന്നു. എന്താ അഖിലം? സത്യാനുഭവവും ഭ്രമാനുഭവവും. അനുഭവം എവിടെയും രണ്ടു തരമാവാം. സത്യം പൂർണ്ണമായി അറിയാത്തിടത്തോളം സത്യം മറ്റൊരു രൂപത്തിൽ പ്രകടമാവും. വസ്തു എവിടെ വ്യക്തമായി അറിയുന്നില്ലയോ അവിടെ വസ്തു മറ്റൊരു രൂപത്തിൽ പ്രകടമാവും, ഇല്ലാത്ത ഒരു രൂപം. അതാണ് മായ കാണിക്കുന്ന വിക്ഷേപം.